ശരത് റെഡ്ഡിയുടെ പേര് ഈ ചർച്ചയിൽ എല്ലാ പ്രതിനിധികളും ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കിനെ മാത്രം വിലക്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക താല്പര്യങ്ങളടക്കം പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏതാണ്ട് 35 കോടിയോളം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് സംഭാവന ചെയ്തു. അതിന് മാപ്പുസാക്ഷിയായതിന് പിന്നാലെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരൊറ്റ വെളിപ്പെടുത്തലിന്റെ ബലത്തിൽ മാത്രമാണ് ED അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നിര ഒന്നാകെ പറയുന്നത്. അതിനൊപ്പം ഇന്ന് കോടതിയിൽ ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അല്ല, അവരത് കോടതിയിൽ ചൂണ്ടിക്കാണിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമല്ലോ. അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ പുറത്തിറങ്ങി വരാമല്ലോ. പിന്നെ നമ്മൾ അതിനകത്ത് തുറന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആം ആദ്മി പാർട്ടിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇവിടുത്തെ പ്രതിപക്ഷവും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത വിഷയത്തിൽ ഞാൻ 4-5 ബോണ്ട് നമ്പേഴ്സ് വായിക്കാം. 1 7563, 7565, 7561, 7559. ഈ പറയുന്ന അരബിന്ദോ ഫാർമ ലിമിറ്റഡിന്റെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ നമ്പേഴ്സാണ്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ഈ പറയുന്ന വ്യവസായികളാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന കൊടുക്കുന്നേ. ആ സംഭാവന കൊടുക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. മാധു, ഇവർ പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ പറയുന്നതനുസരിച്ചിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BJP മനഃപൂർവ്വമായിട്ടൊരു കേസ് ഫ്രെയിം ചെയ്തു എന്നുള്ളതാണ്. ആ കേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാപ്പുസാക്ഷിയെ ക്രിയേറ്റ് ചെയ്തു എന്നാണ്. ഒരു മാപ്പുസാക്ഷിയെ BJPയുടെ രാഷ്ട്രീയ ബെനിഫിറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്താൽ അയാൾക്ക് അങ്ങോട്ട് കാശ് കൊടുക്കും, അയാളുടെ ഇങ്ങോട്ട് കാശ് മേടിക്കും. ഇതൊരു കോമൺ സെൻസിന്റെ ചോദ്യം മാത്രമല്ല. നിങ്ങളെ രക്ഷിക്കാം, നിങ്ങളെ മാപ്പുസാക്ഷിയാക്കാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പേരിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൈമാറ്റം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മാപ്പുസാക്ഷിയായി കഴിഞ്ഞാൽ ഒരാളെ കേസിൽ നിന്ന് വെറുതെ വിട്ടു എന്നാണ് അർത്ഥം. അയാൾ അപ്പോഴും കോടതിയുടേതായ മുമ്പിൽ ചെന്ന് നിൽക്കുകയും അയാൾ അവിടെ ട്രയൽ ഫേസ് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടി വരും. ഓക്കെ, അയാൾക്ക് ചെറിയൊരു പരിഗണന കിട്ടുമായിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് അതിനകത്ത് അയാളെ അക്യൂറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന അർത്ഥം. അന്വേഷണത്തിന്റെ വികസനത്തിന്റെ വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്നത് അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് ആണ്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇത് ഈ പറയുന്ന വ്യക്തിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എത്രത്തോളം ആ കാര്യത്തെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. തെലങ്കാനയില് BRSന്റെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകളായിരുന്ന കവിത അറസ്റ്റ് ചെയ്യപ്പെടുന്ന കവിത ഈ കേസിലേക്ക് വരുന്ന ഇടത്ത് നിന്നാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. കവിത എങ്ങനെയാണ് ഈ കേസിലേക്ക് വരുന്നത്? കവിത ഈ കേസിലേക്ക് വരുന്നതിന്റെ കാരണം കവിതയുടെ ഓഡിറ്ററായിരുന്ന ബുച്ചി ബാബു ഒരു വസ്തു മേടിക്കുകയും ആ വസ്തു വില കുറച്ച് മേടിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന ആരോപണം ഉണ്ടാവുകയും അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വന്നത് എന്നുള്ള അന്വേഷണത്തിൽ പോവുകയും ചെയ്തപ്പോൾ അയാൾ കൺഫസ് ചെയ്യേണ്ടി വന്നതാണ് EDയോട്. ഇത്തരത്തിലൊരു ഡീല് ഡൽഹി ഗവൺമെന്റുമായിട്ട് ചേർന്ന് നടത്തിയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വസ്തു മേടിച്ചതെന്ന് ഈ പറയുന്ന ബുച്ചി ബാബുവിന്റെ പിന്നെ അതിനിടയ്ക്കുന്നക്കാരനായിരുന്ന അരുൺ പിള്ള എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു മലയാളിയാണ്. ഇങ്ങനെ പലരെയും അവിടെ ചോദ്യം ചെയ്യുകയും ഇവരുടെ എല്ലാവരുടെയും ഫോൺ പിടിച്ചെടുക്കുകയും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരിക്കുന്ന മെസ്സേജുകൾ മുഴുവൻ ഡീകോഡ് ചെയ്യുകയും ഇതിൽ നിന്നും കവിത കൃത്യമായിട്ട് ഇതിൽ നിന്ന് ഷെയർ മേടിച്ചിട്ടുണ്ട്, ഷെൽ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം EDക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കവിത അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കവിത അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ജിൻഡോ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ രേവന്ത് റെഡ്ഡി തന്നെയാണ് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തെലങ്കാനയിൽ ഉന്നയിച്ചുകൊണ്ട് നടന്നത്. കവിത അതേ അഴിമതി കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് കവിതയും കവിതയുടെ തന്റെ അപ്പുറത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളും ഒക്കെ എങ്ങനെ വിശുദ്ധരായി എന്നുള്ള കാര്യം എനിക്കും അറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, തുടക്കത്തിൽ പറഞ്ഞു അഴിമതി ആരോപണം ആർക്കെതിരെ ഉണ്ടായാലും അന്വേഷിക്കപ്പെടണം. പക്ഷെ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം, അതിന്റെ വേഗം, അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് കുറച്ചു മുമ്പ് പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നില്ല. നമ്മളെക്കാൾ നല്ല ധാരണയും നല്ല ബോധ്യവും രാഷ്ട്രീയവും ഒക്കെ ജനങ്ങൾക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഞാൻ വിശദീകരിച്ചു തരാം. ഈ മാതൃഭൂമിയൊക്കെ തന്നെയാണല്ലോ ഇവിടെ ഇരുന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സർവേയിൽ പറഞ്ഞ 370 മുതൽ 400 സീറ്റ് വരെ BJPക്ക് കിട്ടും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പ്രവചനം, അതായത് സർവേ നടത്തി പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ സർവേയും പറയുന്നത് അത് തന്നെയാണ്. ഈവൻ ചിദംബരം വരെ പറയുന്നു അവർ ജയിക്കും, പിന്നെ എന്തിനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, BJP തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇന്ത്യയിൽ ആർക്കും ഒരു സംശയവുമില്ല. ഈ അരവിന്ദ് കെജ്രിവാൾ പോലും കഴിഞ്ഞ തവണ അവിടെ 7
സീറ്റിൽ 7 സീറ്റും മത്സരിക്കാൻ നിന്നയാളല്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. 4 സീറ്റിലേക്ക് മാത്രം മത്സരിക്കുക, 3 സീറ്റ് കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തത് തോൽക്കും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ടോ BJP-യെ സംബന്ധിച്ചിട്ടോ 7 സീറ്റിൽ മത്സരിക്കാൻ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ട് ആ 7 സീറ്റും കൂടി എടുത്തിട്ട് വേണ്ട രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ ആ 7 സീറ്റ് BJP-ക്ക് കിട്ടുന്നേ. പിന്നെ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ കൊടകരയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കൊടകരയിലെ പോലീസ് എന്താണ് അനിൽകുമാർ FIR ഇട്ടിരിക്കുന്നത്? അത് കുഴൽപ്പണമാണെന്നാണോ അതോ ഹൈവേ റോബറിയുടെ കേസിലാണോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് FIR? അതും കൂടെ നിങ്ങളൊന്ന് പറയൂന്നേ. കഴിഞ്ഞ ദിവസം പോലീസ് അക്കാര്യത്തിൽ ഈ പറയുന്ന പണം കണ്ടെടുത്തിട്ടില്ല എന്ന നിലപാട് വന്നപ്പോൾ പോലീസ് കൃത്യമായ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അത് BJP-ക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്നതടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളത്തിലെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നതടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് എന്താണ് പറഞ്ഞതെന്നാണല്ലോ അങ്ങ് ചോദിച്ചത്. അതുകൊണ്ട് പറഞ്ഞു കൊടകരയിലേക്ക് പാടില്ല, കരുവന്നൂരിലേക്ക് എങ്ങനെ പോകാതിരിക്കണമോ അതുപോലെ തന്നെ കൊടകരയിലേക്ക് പോകേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോകേണ്ട വിഷയങ്ങളൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി അതിലേക്ക് മറുപടിയില്ല, അഭിപ്രായങ്ങളേ ഉള്ളൂ. എന്ത് മറുപടി? ഞാൻ വരാം.